ചെയ്യുന്ന ഒരു പിൻ പോയിന്റ് ചെയ്തൊരു വ്യക്തി കഴിഞ്ഞ ദിവസം പറഞ്ഞ അശ്വന്ത് ഗോക്ക് പറഞ്ഞിട്ടുള്ളത് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ വളരെ മോശപ്പെട്ടു. ഇപ്പം മാധവ് സുരേഷിനെ പുള്ളി അബ്യൂസ് ചെയ്യുന്നു. മാധവ് സുരേഷിനെ അബ്യൂസ് ചെയ്യുന്ന പുള്ളി വിളിക്കുന്ന ഉപയോഗിക്കുന്ന വാക്കുകൾ എടാ സുരേഷ് ഗോപിയുടെ മോനെ എന്ന ഒരു കേന്ദ്രമന്ത്രിയാണ് സുരേഷ് ഗോപി എന്നുള്ള ഒരു ഉത്തമ ബോധ്യം അയാൾക്കുണ്ടാവണമല്ലോ. ഞാനിതിനകത്ത് രാഷ്ട്രീയ മറ്റു സംഭവമൊന്നുമില്ല. എന്നിട്ടത് കമ്പയർ ചെയ്യുന്നു. ശ്രീനിവാസിൻ്റെ മകൻ അയാൾ ഭയങ്കര ഗ്രേറ്റാണ്. കാരണം ഞാൻ പറഞ്ഞതിനകത്തൊന്നും റിയാക്ട് ചെയ്തിട്ടില്ല. ഈ അശ്വന്ത് ഗോക്കിനുണ്ടായിട്ടുള്ള ഫീലിങ്സ് എന്താണ്? അദ്ദേഹത്തിൻ്റെ എതിരെ ഒരു അലിഗേഷൻ, ഒരു ഫിംഗർ പോയിന്റ് ചെയ്യുന്നു. അപ്പോൾ അതിനെതിരെ രോഷകൂലനായിട്ട് വേറൊരു ആംഗിളിൽ വെല്ലുവിളിച്ച് എന്തൊക്കെ ഫ്രേസസ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത് പുള്ളി. സിനിമയും എല്ലാം വെല്ലുവിളിക്കുന്ന ഒരു ലെവലിലേക്ക് പോയി കഴിയുമ്പോഴത്തേനും തീർച്ചയായിട്ടും നമ്മൾ റിയാക്ട് ചെയ്യും. അങ്ങനെ ഇവിടെ ആരും അബൌ ദ ലോയോ അങ്ങനെയുള്ള സംഭവമൊന്നുമല്ല. ഉണ്ട്. അല്ല, ഞങ്ങളത് വീണ്ടും കോടതിയുടെ മുമ്പിൽ ഇത് ചെയ്തിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ആ പർട്ടിക്കുലർ വിധി പറഞ്ഞ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ മാറിയിട്ട് ഇപ്പം ഇത് നമുക്കറിയാം. കോർട്ടിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അടുത്ത ആൾ വരും. ആ അടുത്ത ആൾ വന്നു കഴിഞ്ഞിട്ട് പിന്നീട് അത് പെൻഡിങ്ങിലേക്ക് പോകും. പിന്നെ അത് ലിസ്റ്റിലേക്ക് വരണം. ഇത് ഈ ഓൺഗോയിങ് പ്രോസസ്സായിട്ട് അൺഎൻഡിങ് ആയിട്ട് ഇത് പൊക്കോണ്ടിരിക്കുകയാണ്. കോടതി പോലും ഇത് ശ്രദ്ധിച്ചിട്ട് ഇമ്മീഡിയറ്റ് ഇത് അർജന്റ് അറ്റൻഷൻ വേണ്ടതെന്ന് വെച്ചാൽ ഇത് പാടെ നിരോധിക്കണം എന്നുള്ള ലെവലിലുള്ള ദർ ഷുഡ് ബി സം ഡെക്കോറം. അതിന് യാതൊരു സംശയമില്ല. പരാതി പോയിട്ടില്ല, പോകും. ഇന്ന് കേരള ഫിലിം ചേംബർ ഓഫ് കോമേഴ്സിൽ നിന്ന് തീർച്ചയായിട്ടും അതിൻ്റെ നിയമപരമായിട്ടുള്ള നടപടികൾ ഓൺ ബിഹാഫ് ഓഫ് അവർ പരാതി ഇൻഡിവിജ്വലി ഇവിടെ തന്നിട്ടില്ലെങ്കിൽ പോലും പബ്ലിക് ഡൊമൈനിൽ വന്നിട്ടുള്ള ഈ കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ നമ്മൾ നിയമപരമായിട്ട് നീങ്ങാനാണെന്ന് കമ്മിറ്റി തീരുമാനം എടുത്തിരിക്കുന്നത്. അല്ല, അതാ പറഞ്ഞത് ഗവൺമെന്റിലായിട്ട് പോകണം. ഇറ്റ്സ് എ സൈബർ അറ്റാക്ക്. കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി പറഞ്ഞ കാര്യം തന്നെയല്ലേ. സൈബർ ഇടത്തിൽ അത് കുറച്ചുകൂടെ റിഫൈൻ വെച്ചുകൊണ്ട് തന്നെ ആൾക്കാർ മുമ്പോട്ട് പോകണമെന്ന് പറഞ്ഞതിൻ്റെ ഉത്തമ ഉദാഹരണമല്ലേ ഇത്. അല്ല, അവിടെ അതിനകത്തൊരു ക്ലിയർ കട്ടായിട്ടുള്ളൊരു സംഭവം പറഞ്ഞില്ല. അതാണല്ലോ അശ്വന്ത് ഗോക്കും തിരിച്ച് റിട്ടോർട്ട് ചെയ്തിരിക്കുന്നത്. എവിടെയാണ് തെളിവ് എന്ന് ചോദിച്ചൊരു സംഭവം. അതിലൊരു ഇന്റർമീഡിയേറ്ററി ആള് സംസാരിച്ചു എന്നുള്ള ലെവലിൽ ഒരു അലിഗേഷനാണ്. അത് ആ പർട്ടിക്കുലർ പ്രൊഡ്യൂസറാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ആ പറഞ്ഞതിൻ്റെ പേരിൽ ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കേരള ഫിലിം ചേംബറിൽ തന്നെ ഇടപെട്ടിട്ട്, പ്രൊഡ്യൂസർ അസോസിയേഷനിൽ ഇടപെട്ടിട്ട് ബുക്ക് മൈ ഷോയിൽ റേറ്റിംഗ്സ് കൂട്ടാനായിട്ട് ഇന്റർമീഡിയേറ്ററി ആൾക്കാർ കാശ് മേടിച്ചിട്ടുണ്ട്. ഇത് ബുക്ക് മൈ ഷോയ്ക്ക് ഞങ്ങൾ പരാതി അയച്ചു. അവർ ഡിനൈ ചെയ്തു. വിത്ത് പ്രൂഫ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ഇത് ഇന്ന ആൾക്കാർ ഇവിടെ പ്ലെയേഴ്സ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവരെ ബോധ്യപ്പെട്ടതിന് ശേഷം അവർ ഒരു പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ് വരെ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് ഞങ്ങളുടെ പ്ലാറ്റ്ഫോം ഫസ്റ്റ് അവർ പറഞ്ഞ് ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ അത്തരത്തിലുള്ള ഇത് നടക്കത്തില്ലെന്ന് പറഞ്ഞു. പിന്നീട് അത്തരത്തിൽ നടന്നു എന്നും ഇത് ഇങ്ങനെയുള്ള കാര്യത്തിൽ ഞങ്ങളുടെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നതെന്നും പറഞ്ഞുകൊണ്ട് സമീപിക്കുന്നവരെ നിങ്ങൾ എൻകറേജ് ചെയ്തതെന്ന് പറഞ്ഞ് ബുക്ക് മൈ ഷോ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് മാൽ പ്രാക്ടീസസ് നടക്കുന്നുണ്ടെന്നുള്ളത് വലിയ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അല്ലല്ല, ഇത് ഇൻഡസ്ട്രി ഇന്ന് കാണുന്ന പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആയിട്ട് തന്നെ ഫിലിം ചേംബർ ഒരു ഓഫൻസായിട്ട് കണ്ട് തന്നെ ഇന്നത്തെ കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് കമ്മിറ്റി എടുത്ത തീരുമാനമാണ്. ദിസ് ഈസ് എഫക്റ്റിംഗ് ദി ഇൻഡസ്ട്രി പൊതുവായ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതെന്ന് വെച്ചാൽ ജനറിക് ആയിട്ട് പോകാൻ പറ്റില്ല. കാരണം എഫക്റ്റഡ് പാർട്ടീസ് കോടതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫക്റ്റഡ് പാർട്ടീസ് ഇതിപ്പോൾ ഈ പറഞ്ഞ കേസസൊക്കെ ഇപ്പോൾ ഈ വെള്ളിയാഴ്ച റിലീസ് ചെയ്യുന്നൊരു പടത്തിൻ്റെ പ്രൊഡ്യൂസർ അദ്ദേഹത്തിൻ്റെ പടത്തിന് അത്തരത്തിലുള്ള ഇത് വരുന്നു എന്നും പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു പ്രൊട്ടക്ഷൻ കോടതി കൊടുക്കുന്നുണ്ട്. അവിടെയൊക്കെ അങ്ങനെ സംഭവിച്ചിരിക്കുന്നു. അത്തരത്തിലുള്ള മൂവ്മെൻറ്റ് ഇനി ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവിടെയും സ്റ്റാർട്ട് ചെയ്യും. അതെല്ലാ സ്റ്റേറ്റും. കഴിഞ്ഞ ദിവസം ഞങ്ങൾ സൗത്ത് ഇന്ത്യയുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു ഹൈദരാബാദിൽ. അപ്പം എല്ലാവരും കൂടെ ഒരുമിച്ച് അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് യോജിച്ച് നീങ്ങാനായിട്ട് തന്നെയാണ് തീരുമാനം.
എല്ലായിടത്തും ഉണ്ട്. അത് കഴിഞ്ഞ ദിവസം മീറ്റിങ്ങിൽ അവർ പറഞ്ഞ എല്ലാ ഇതിലും ഈ പൈറസി ഇതുപോലുള്ള ഈ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ സ്റ്റേറ്റ്സും ഫേസ് ചെയ്യുന്ന കാര്യമാണ്. അത് രൂക്ഷമായതുകൊണ്ടാണ് ഇതേപോലത്തെ ഓർഡർ അവിടുന്ന് വാങ്ങിച്ചത്. ഇങ്ങനെയുള്ള റിപ്പോർട്ട് വരുന്നത് ഇല്ല. ഇതിപ്പോൾ ഈ ഇഷ്യൂ ഇപ്പം വന്നതിൽ ഒരു പർട്ടിക്കുലർ പടം വാങ്ങിച്ച് ആ പടത്തിൻ്റെ വിധി എന്തോ ആവട്ടെ. പടം ആൾക്കാർ കണ്ടു കഴിഞ്ഞിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടാൽ പടം ഓടും, ഇല്ലെങ്കിൽ ഓടത്തില്ല. പക്ഷെ അത് ഒരു സൈഡിൽ നിന്ന് ഒരാൾ ജഡ്ജ്മെൻ്റലായിട്ട് പറയുക ഇത് ഇങ്ങനെയാണ് കാണരുത്, അത് റിവ്യൂ എന്നുള്ള സംഭവമല്ല, ഒരു ജനറൽ ഒപ്പീനിയൻ എന്നുള്ള ലെവലിലല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും ഒരു ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ എലിമെൻറ്റ് ചിലപ്പോൾ അതിനകത്ത് ഉണ്ടാവുമല്ലോ. നെഗറ്റീവായിട്ട് പറഞ്ഞിട്ട് പിന്നീടത് ഈ പണത്തിൻ്റെ എലിമെൻ്റ് ഉള്ളത് കൊണ്ടാവാമല്ലോ അവരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അത് അവര് ഫണ്ട് വാങ്ങി എന്നുള്ളതല്ലേ. ഇപ്പം ഞാനത് നേരത്തെ പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളും കൂടെ ഇതിനകത്ത് ഉത്തരവാദിത്തമാണ്. ഇവിടെ പ്രൊമോഷൻ എന്ന് പറയുന്നത് പെയ്ഡ് പ്രൊമോഷൻസ് നടന്നിരുന്നു. ആ പെയ്ഡ് പ്രൊമോഷൻസ് നടക്കുന്നുണ്ട്. അത് ഇൻഡസ്ട്രിയിൽ ഒരുപാട് അത്തരത്തിലുള്ള ചില ബാഡ് എലിമെൻറ്റ്സ് അപ്രൂവ് ചെയ്യേണ്ട ഒരു കാലഘട്ടം അതിക്രമിച്ചിരിക്കുകയാണ്. പേ പ്രൊമോഷൻസ് പ്രൊഡ്യൂസറുടെ ഭാഗത്തു നിന്ന് നടന്നിട്ട് ആൾക്കാർക്ക് പൈസ കൊടുത്തുകൊണ്ട് പേ ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നു. അപ്പോൾ എക്സിന് പേയ്മെൻറ്റ് കിട്ടി, വൈക്ക് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വൈ അതിനെ ആ ചിത്രത്തെ താഴ്ത്തിക്കെട്ടാനായിട്ടുള്ള പ്രവണത ഉണ്ടാകും. ഈ കാലങ്ങളിലെല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പം പേയ്മെൻറ്റ് നടന്നിട്ടുണ്ട്. ഈ ഒരു പർട്ടിക്കുലർ കേസിൽ അത് ആ നിർമ്മാതാവാണ് അതിൻ്റെ ഒരു പ്രൂഫ് തരേണ്ടത്. അത് പറഞ്ഞു എന്നും മറ്റേ ആൾ വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ വെല്ലുവിളിച്ച് നടത്തിയിട്ടില്ല. അയാളെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിബേറ്റോ കാര്യങ്ങളോ അല്ല. എത്രയോ കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ അയാളുടെ ബോഡി ലാംഗ്വേജും അയാൾ പറഞ്ഞിട്ടുള്ള വേർഡ്സും എന്തിനാണ് ഇത്ര അബ്യൂസീവായിട്ട് പറയേണ്ടത്? അപ്പോൾ അയാളെ ട്രിഗർ ചെയ്യുന്ന എന്തുകൊണ്ട്? താങ്കൾ ചോദിച്ചതിനും ഒരു മറു ചോദ്യമായിട്ട് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിനെ കൂടെ ട്രിഗർ ചെയ്യുന്ന എന്തെങ്കിലും അവിടെ ഉണ്ടാവും. ചെയ്യാത്ത കുറ്റത്തിന് ട്രിഗർ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണോ ഒരാൾ ബിഹേവ് ചെയ്യാത്ത കുറ്റത്തിനാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പറഞ്ഞാൽ മതിയല്ലോ. നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ അതല്ലല്ലോ, പ്രൂഫ് കൊണ്ടുവന്നിട്ട് കാണിച്ചാൽ എന്ന് പറയും. ഇത് പ്രൊമോഷന് വേണ്ടി ഏതെങ്കിലുമൊക്കെ പ്രൊഡ്യൂസേഴ്സ് എന്തെങ്കിലും ചെയ്തു എന്ന് കരുതി ഇപ്പോൾ നടക്കുന്നൊരു സംഭവം ആര് സിനിമയും കൊണ്ട് വന്നാലും ഇവർ ഈ പറയുന്നവരെ കോണ്ടാക്ട് ചെയ്യും. ഇവരെന്നല്ല, സോഷ്യൽ മീഡിയ ഈ പ്രൊഡ്യൂസറിനെ കോണ്ടാക്ട് ചെയ്യും. നിങ്ങളുടെ പടം പ്രൊമോട്ട് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്, ഇത്ര രൂപ തന്നാൽ ചെയ്യാം. ഇത്ര രൂപ തന്നാൽ ചെയ്യാമെന്ന് പറയുന്ന ആൾ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന് നെഗറ്റീവായിട്ട് നല്ല സിനിമയായാലും മോശമാക്കി ചിത്രീകരിക്കുക എന്നുള്ളതല്ല.